ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ക്രിസ്മസിനൊക്കെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു പെർഫെക്ഷനിലും ടേസ്റ്റിലും നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മളിതിൽ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത് ബ്ലാക്ക് കളറിലുള്ള ഉണക്കമുന്തിരിയാണ്. 250 ml കപ്പിന് അര കപ്പോളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് കുരുല്ലാത്ത ടൈപ്പ് ബ്ലാക്ക് കളറിലുള്ള ഉണക്കമുന്തിരി ആട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ടൂട്ടി ഫ്രൂട്ടിയും കൂടെ വേണം. കൂടുതലായിട്ട് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഈ 2 ടേബിൾ സ്പൂണോളം തന്നെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അത് ഒരു മിക്സ്ഡ് കളറായിട്ട് തന്നെ കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് വേണ്ടത് ഒരു 5 ഈത്തപ്പഴമാണ്. അത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ടൈപ്പ് എടുക്കട്ടോ, വല്ലാണ്ട് അങ്ങനെ അലിഞ്ഞ ടൈപ്പ് എടുക്കരുത്. അത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് ഞാൻ നമ്മളെ ചെറിയ ഉണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് കാഷ്യൂം അതേപോലെ തന്നെ ബദാമും നമുക്ക് ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ എങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്നുള്ളത് ലാസ്റ്റിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഫസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം തന്നെ ഗ്രാമ്പുമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് അങ്ങനെ തണുത്ത ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണോളാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് അധികം ഉണ്ടായാൽ നമുക്ക് പൊടിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി നല്ലൊരു സുഖം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് അധികം എടുത്തിട്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വല്ലാണ്ട് നൈസാക്കിയിട്ട് അങ്ങ് പൊടിഞ്ഞെടുത്തിട്ടില്ല. കുറഞ്ഞൊരു തരിയോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റിയിട്ട് ഇതും ഇതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ടോട്ടലായിട്ട് എത്ര എടുക്കുന്നത് എന്നുള്ളത് പറയാം. അപ്പോൾ ഞാൻ 250 ml കപ്പിന് ഒരു അര കപ്പിൻ്റെ മുകളിൽ കണ്ടിട്ടിട്ട് 3/4 കപ്പില്ല, അര കപ്പിൻ്റെ മുകളിൽ കണ്ടിട്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ഫസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതായത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കുകയാണ്. ഇനി അടുത്തതായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത പഞ്ചസാര ഇല്ലേ, അപ്പോൾ ആ ഒരു പഞ്ചസാര നമ്മൾ നേരത്തെ അര കപ്പിൻ്റെ മുകളിൽ കണ്ടിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പാണ് നമുക്ക് ടോട്ടലായിട്ട് വേണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഒരു സ്പേസിനനുസരിച്ചിട്ട് ബാക്കിയുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. 250 ml കപ്പിന് 1 കപ്പോളം പഞ്ചസാരയാണ് നമുക്ക് ഇതിലേക്ക് ടോട്ടലായിട്ട് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആ ബാക്കിയുള്ള സ്പേസ് വരുന്ന ആ ഒരു സ്പേസിനനുസരിച്ചിട്ട് ബാക്കിയുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണേ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് ഇങ്ങനെ മെൽറ്റായിട്ട് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഫുൾ ഫ്ലെയിമിലൊന്നും ഇടരുത്, പെട്ടെന്ന് കളറങ്ങ് ചേഞ്ച് ആയിട്ട് പോകും, കരിഞ്ഞു പോകും, കയ്പ്പ് ടേസ്റ്റ് വരും. അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ഇതാ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ മെൽറ്റായിട്ടും കളർ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നിങ്ങനെ ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. വെള്ളമൊന്നും ഈ ഒരു ടൈമിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കരുത്. മൊത്തമായിട്ട് ഇങ്ങനെ മെൽറ്റായിട്ട് കളർ ഒന്നും കൂടെ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരട്ടെ കേട്ടോ. കളർ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മളെ കേക്കിൻ്റെ കളറിൽ ചേഞ്ച് ഉണ്ടാവുക. അത് വെച്ചിട്ട് ഇങ്ങനെ ഡാർക്കായി പോകരുത്. അങ്ങനെ ആകുമ്പോൾ കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഏകദേശമൊക്കെ ഇങ്ങനെ കുറേ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. കളറും ഇങ്ങനെ തന്നെ കുറച്ചൊന്ന് ഡാർക്കായിട്ടും വന്നിട്ടുണ്ട്. ഒന്നും കൂടെ അങ്ങ് മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ അത് മൊത്തം മെൽറ്റായിട്ട് കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ഡാർക്ക് കളർ വേണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പോളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ അത് ചൂടിൽ ഒഴിക്കുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. പെട്ടെന്ന് ഒഴിച്ചതിനോട് കൂടി ചിലപ്പം പൊങ്ങിയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതിനാകുമ്പോൾ കൈയൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് വിട്ട് നിന്നിട്ട് ഇതുപോലെ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ. അങ്ങനെ ആകുമ്പോൾ അങ്ങനെ അത്രയ്ക്ക് അങ്ങ് ബുദ്ധിമുട്ടില്ല. പച്ചവെള്ളം ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ തെറിച്ച് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി അത് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. നമ്മൾ ആ ഒരു വെള്ളം ഒഴിക്കുന്നതോട് കൂടിയിട്ട് അതൊന്നിങ്ങനെ തിക്കായിട്ട് വരും. അപ്പോൾ കുറച്ച് ടൈം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതെല്ലാം മൊത്തം ഇതുപോലെ അങ്ങനെ മെൽറ്റായിട്ട് വരിക. അപ്പോൾ അത് മൊത്തം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല പോലെ അതിൽ കിടന്നിട്ട് ആ ഫ്രൂട്ട്സിൽ ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്യണതിന് പകരം കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ടൈം അതിലിങ്ങനെ കിടന്ന് ഒന്ന് വേവാവട്ടെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുക.
അപ്പോൾ അത് ഏകദേശം ഒന്നിങ്ങനെ തിക്കായി വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗ്രാമ്പുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 1/4 ടീസ്പൂണോളം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്ന ആ ഒരു അതേ ടേസ്റ്റും ഫ്ലേവറൊക്കെ അതിൽ കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ, അത് ആ വൈറ്റ് ഒന്നും കൂടാണ്ട് ആ ഓറഞ്ച് ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടോ, ഏകദേശം 1 ടീസ്പൂണോളം ഉണ്ടാവും. അത് ഞാൻ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുത്ത് ഈ ഫ്രൂട്ട്സിൻ്റെ കൂടെ കിടന്ന് ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ നല്ല പോലെ കിട്ടുമ്പോഴാണ് നമുക്ക് ആ സോക്ക് ചെയ്ത അതേ ഒരു ഫ്ലേവർ നമ്മളെ കേക്കിൽ കിട്ടുന്നത്. അപ്പോൾ അതാ ഏകദേശമൊക്കെ അതിങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ട് ഈ ഒരു രീതിയിൽ വരണേ, അല്ലാണ്ടത് ലൂസായി നിൽക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കേക്ക് ലൂസായിട്ട്, കേക്കിൻ്റെ ബാറ്റർ ലൂസായിട്ട് വരും. ഇത് നന്നായിട്ട് കുറുക്കിയിട്ട് ഇതുപോലെ എടുക്കണം കേട്ടോ. ആ ഒരു പഞ്ചസാരൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒരു സിറപ്പായി വരുന്ന രീതിയിൽ തന്നെ ആക്കണേ. അപ്പോൾ ഇതിലൊട്ടുമില്ല, ഇനി തണുത്ത് വരുന്നതോട് കൂടിയിട്ട് ഒന്നും കൂടി ഇങ്ങനെ തിക്കായിട്ട് വരും. ഇതിപ്പോൾ നല്ല ചൂടായതുകൊണ്ടാണ് കുറഞ്ഞ ഈ ഒരു രീതിയിൽ നിൽക്കുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള കേക്ക് ടിന്നൊന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അലൂമിനിയത്തിൻ്റെ ടൈപ്പ് കേക്ക് ടിന്നാട്ടോ എടുത്തിട്ടുള്ളത്. നമുക്കിനിയിപ്പോൾ സ്റ്റീൽ പാത്രം ആയാലും കുഴപ്പമൊന്നുമില്ല. അതിന് താഴ്ഭാഗത്ത് ഞാൻ ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ. ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കട്ടെ. താഴ്ഭാഗത്തും സൈഡിലൊക്കെ ഒന്ന് മൈദ സ്പ്രെഡാക്കി കൊടുത്താലും മതി. അതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ബൗളും അരിപ്പയും എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 250 ml കപ്പിന് 1 കപ്പോളം മൈദ കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ നമുക്കതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണാണ്. പിന്നെ ഒരു 1-2 പിഞ്ചോളം ഉപ്പ് കേട്ടോ, കുറച്ച് മതി ഉപ്പ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു 2-3 തവണ ഇതുപോലെ ഒന്നിങ്ങനെ മാറ്റി മാറ്റി അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയേ. ഞാൻ ഒന്നും കൂടി ഇതുപോലെ ഒന്നങ്ങ് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2-3 തവണ ചെയ്തെടുത്താൽ മതി. അതൊരു സൈഡിലോട്ടങ്ങ് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിൽ വെച്ചിട്ടാണ് ഇതൊന്ന് അടിച്ചെടുക്കുന്നത് കേട്ടോ. അല്ലാണ്ട് നമുക്ക് ബീറ്ററൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല ഇതിലേക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓയിലാണ്. ഇനി ഇതിന് പകരം ബട്ടറും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പോളം ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഈ ഒന്ന് അടിച്ചെടുത്തിട്ടുള്ള മുട്ടയുടെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം വേണ്ട നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗ്രാമ്പൂന്ന് 1 ടീസ്പൂണോളം ഗ്രാമ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 പാർട്ടാക്കിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുറേശ്ശെ ഇതുപോലെ അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതൊക്കെ ഇതുപോലെ തന്നെ അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് രണ്ടാമത്തെ പോർഷനും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് അതിൽ തന്നെ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും പതുക്കെ ഇതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് പോർഷൻ ഇട്ട് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 കപ്പോളം ബദാമും അതേപോലെ തന്നെ കാഷ്നട്ടും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. ഏകദേശം 1/2 കപ്പോളം ഉണ്ടാവും. അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ ബാറ്ററിൽ അത് താന്ന് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇതുപോലെ ഒന്നങ്ങ് ചെയ്തെടുക്കുന്നത്. ആ ഒരു പൊടികളൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ അതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ
ഇപ്പോൾ അതെല്ലാം ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെ ആകുമ്പോഴേ നമ്മുടെ നട്ട്സും ഫ്രൂട്ട്സും ഒന്നും താഴെ പോവാതെ ഇതുപോലെ തന്നെ കിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ ഈ ബാറ്റർ വല്ലാണ്ട് ലൂസായി പോയാലാണ് ഈ നട്ട്സുകളൊക്കെ താഴെ പോയി നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബാറ്റർ കുറച്ച് ടൈറ്റ് ആയിട്ട് തന്നെ വേണം കേട്ടോ നമുക്ക് കിട്ടാൻ. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരു കറക്റ്റ് തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുക. ഇതുപോലെ ഈ ഒരു കേക്ക് ടിന്നിലേക്ക് അങ്ങ് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തം മാറ്റിയെടുക്കാം. ഇനി കേക്ക് ടിന്ന് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്ക്വയറോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇർക്കിൽ എങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാനും കൂടെ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്നങ്ങ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഇതുപോലെ ബ്ലാക്ക് ഉണക്കമുന്തിരി ഇതുപോലെ ഒന്നങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. മൊത്തമായിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കാഷ്യൂസും ഇതുപോലെ മൊത്തമായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതായത് മൊത്തം ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെമ്പട്ടിയിൽ വെച്ചിട്ടാട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഓവനിൽ വെച്ച് ചെയ്തെടുക്കണമെന്നാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പേ പ്രീ ഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം 180 ഡിഗ്രിയിൽ 1 മണിക്കൂറോളം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ചെമ്പട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഒരു 10 മിനിറ്റോളം. അതിനുശേഷം താഴ്ഭാഗത്ത് ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ടീനി വെച്ച് കൊടുക്കുന്നത്. ആദ്യം 1 മിനിറ്റോളം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം മീഡിയത്തിൻ്റെയും അതേപോലെ തന്നെ സിമ്മിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഒരു 45 മിനിറ്റോളം അങ്ങനെ വെച്ചിട്ട് ലാസ്റ്റിൽ 15 മിനിറ്റോളം നമുക്ക് സിമ്മിലാക്കി ഇട്ടാൽ മതി. അപ്പോഴേക്ക് തന്നെ നമ്മുടെ കേക്ക് നല്ല പോലെ ബേക്കായിട്ട് വരും. 1 മണിക്കൂറോളം ടൈം എടുക്കുന്നുണ്ട് ഈ ഒരു കേക്ക് ഒന്ന് ബേക്കായിട്ട് വരാൻ കേട്ടോ. ഇപ്പോൾ അതാ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കേക്ക് ബേക്കായി വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതാ കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല ഒരു പെർഫെക്റ്റ് കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്ക്വയറോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇർക്കിലി അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് നോക്കുക കേട്ടോ. സെൻറ്ററിൽ തന്നെ ഒന്ന് ഡിപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ഇല്ല, ഇതിലൊന്നും ഒട്ടിയിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കേക്ക് നല്ല പോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിന് ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്നങ്ങ് വിരിയിച്ച് കൊടുത്താൽ മതി. ഒരു കത്തി എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്നങ്ങ് സൈഡൊക്കെ ഒന്ന് വിരിയിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു പ്ലേറ്റിലോട്ട് അങ്ങ് കമഴ്ത്തിയിട്ട് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ കേക്കൊക്കെ ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ദിവസം ഒന്ന് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം വേണം അതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ആകുമ്പോഴേ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഒന്ന് പഴങ്ങുമ്പോഴാണ് കേക്കിന് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാ ഞാനിത് പിറ്റേ ദിവസം ആട്ടോ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അതൊക്കെ ഒന്നങ്ങ് കട്ട് ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല പെർഫെക്റ്റാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.